وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَرَفَعْنَا فَوْقَكُمُ الطُّورَ خُذُوا مَا آتَيْنَاكُمْ بِقُوَّةٍ وَاذْكُرُوا مَا فِيهِ لَعَلَّكُمْ تَتَّقُونَ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 63-ാമത്തെ ആയത്തിന്റെ 2 ക്ലാസുകൾ ഇതിനകം നമ്മൾ കേട്ടുകഴിഞ്ഞു. ഇന്ന് ഈ 3-ാമത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞ കാര്യമാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാനുള്ളത്. എന്താണ് ഈ 63-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? ബനു ഇസ്രായേലിൽ നിന്ന് അല്ലാഹു വാങ്ങിയ ഒരു കരാറിനെ കുറിച്ചാണ്. മൂസാ നബി അലൈഹിസ്സലാമയിലൂടെ അല്ലാഹു അവർക്ക് നൽകിയ തൗറാത്ത്, ആ തൗറാത്ത് അനുസരിച്ച് ആ സമൂഹം ജീവിച്ചു കൊള്ളാമെന്ന കരാറാണ്. അതും തൂർ പർവ്വതത്തെ അവർക്ക് മീതെ ഒരു കുടയെന്നോണം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു വലിയ പ്രത്യേക സാഹചര്യം ഒരുക്കിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്നും ആ കരാർ വാങ്ങിയത്. എന്നിട്ട് അവർക്ക് നൽകിയ ആ തൗറാത്ത് അത് ബലത്തോടെ സ്വീകരിക്കണമെന്നും അതിലുള്ള ഓരോ വിധിവിലക്കുകളും അവർ ഓർമ്മിച്ചുകൊണ്ട് നല്ല ഒരു അവസ്ഥയിൽ ജീവിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് നിർദ്ദേശിക്കുന്നത്. അതാണ് തൗറാത്ത് ഓർമ്മിച്ചുകൊണ്ട് അത് മുറുകെ പിടിച്ചാൽ അവർക്ക് ലഭിക്കാവുന്ന ഒരു നേട്ടം. അതിനെ കുറിച്ചാണ് ഈ ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം എന്ന്. എങ്ങനെയാണ് സഹോദരങ്ങളെ സൂക്ഷ്മതയുള്ളവരാവുക? അള്ളാഹു അവർക്ക് നൽകിയ തൗറാത്ത് അത് മുറുകെ പിടിച്ചുകൊണ്ട് അതിലുള്ള കൽപ്പനകൾ ഓർമ്മിച്ചുകൊണ്ട് ജീവിച്ചാലാണ് അവർക്ക് സൂക്ഷ്മതയുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ വേണ്ടി സാധിക്കുക. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ എടുത്തുകൊണ്ട് നമ്മുടെ ബുദ്ധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന തഖ്വയുള്ള ആളുകളിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി, ഈമാനുള്ള ഒരു അവസ്ഥ മൂസാ നബി അലൈഹിസ്സലാമയുടെ അനുയായികൾക്ക് ഉണ്ടാകുന്നതിന് വേണ്ടി തൗറാത്ത് അനുസരിച്ച് ജീവിച്ചു കൊള്ളാമെന്ന ആ കരാർ അള്ളാഹു അവരിൽ നിന്ന് വാങ്ങുന്നത് വലിയ ഒരു ദൃഷ്ടാന്തം അവർക്ക് കാണിച്ചു കൊടുത്തിട്ടാണ്. തൂർ പർവ്വതത്തെ അവർക്ക് മീതെ ഒരു കുടയെന്നോണം ഉയർത്തി നിർത്തി ആ പർവ്വതം അവരുടെ മേൽ വീഴുമെന്ന് അവർ വിചാരിച്ച സന്ദർഭം വരെ ഉണ്ടായി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ അറിയിക്കുന്നത്. സൂറത്തുൽ ബഖറയിലും സൂറത്തുൽ നിസായിലും അതുപോലെ തന്നെ സൂറത്തുൽ അഅറാഫിലും 3 അധ്യായങ്ങളിലാണ് സഹോദരങ്ങളെ ഈ സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നത്. ഇസ്രായേൽ ജനത തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടിയാണ് അല്ലാഹു അവരോട് തൗറാത്തിലെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അത് മുറുകെ പിടിച്ച് ജീവിക്കാൻ ആവശ്യപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുമായി ചെയ്ത ഒരു കരാറാണ് ഇത് സഹോദരങ്ങളെ. ഈ കരാർ അല്ലാഹു അവരിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഒരു വലിയ ദൃഷ്ടാന്തം അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത്തരം ദൃഷ്ടാന്തങ്ങൾ കാണിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് വളരെ കൃത്യമായി ആ കാര്യങ്ങൾ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. സൂറത്തുൽ ഇസ്രായിലെ 59-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫാ, ഭയപ്പെടുത്തുവാനായിട്ടല്ലാതെ നാം ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഇമാം അഹ്മദ് റഹിമഹുല്ല, ഇമാം നസായി റഹിമഹുല്ല, ഇബ്നു ജരീർ റഹിമഹുല്ല, ഇമാം തൊബരാനി റഹിമഹുല്ല, ഇമാം ഹാക്കിം റഹിമഹുല്ല, അങ്ങനെ നിരവധി പ്രഗത്ഭരായ പണ്ഡിതന്മാർ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. എന്താണ് ആ സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ ആളുകൾക്കിടയിൽ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിശ്വാസികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സമയം പറയുകയാണ്, നിങ്ങൾ ഈ കാണുന്ന സഫാ മല ഞങ്ങൾക്ക് സ്വർണമാക്കി കാണിച്ചു കൊടുക്കണമെന്ന്. അവർക്ക് സ്വർണമാക്കി കാണിച്ചു കൊടുക്കണം. എന്ത്? മക്കയിലുള്ള സഫാ മല. അതുപോലെ മക്കയിലുള്ള മലകൾ നീക്കം ചെയ്തുകൊണ്ട് അവർക്ക് കൃഷി ചെയ്യാൻ ഉതകുന്ന രൂപത്തിൽ അതിവിശാലമാക്കി കൊടുക്കണമെന്ന് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹ്യി നൽകുകയാണ്. വേണമെങ്കിൽ അവർക്ക് ഇനിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്യുന്ന ആദർശം സ്വീകരിക്കുവാൻ വേണ്ടി സാവകാശം നൽകാം. അതല്ലെങ്കിൽ
അവർ ചോദിച്ചതുപോലെ ചെയ്ത് കാണിച്ചു കൊടുക്കാമെന്നാണ്. പക്ഷേ എന്നിട്ടും അവർ അവിശ്വസിക്കുകയാണ് എങ്കിൽ അവരുടെ മുമ്പുണ്ടായിരുന്ന സമുദായങ്ങൾ നശിപ്പിക്കപ്പെട്ടതുപോലെ അവരും നശിപ്പിക്കപ്പെടുമെന്നാണ് അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുന്നത്. അപ്പോൾ കാരുണ്യത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, വേണ്ട, അവർക്ക് സാവകാശം നൽകിക്കൊള്ളാമെന്നാണ് സഹോദരങ്ങളെ. ഈ അവസരത്തിലാണ് മക്കയിലെ അവിശ്വാസികൾക്ക് ഒരു താക്കീതായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്രായിലെ 59-ാമത്തെ ആയത്ത് വഹിയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കുന്നത്. വമാ മനഅനാ അൻ നുർസില ബിൽ ആയാതി ഇല്ലാ അൻ കദ്ദബ ബിഹൽ അവ്വലൂൻ. നാം ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നതിന് നമുക്ക് തടസ്സമായത് പൂർവികന്മാർ അത്തരം ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളിക്കളഞ്ഞു എന്നത് മാത്രമാണ്. നാം സമുദായത്തിന് പ്രത്യക്ഷ ദൃഷ്ടാന്തമായി കൊണ്ട് ഒട്ടകത്തെ നൽകുകയുണ്ടായി. എന്നിട്ട് അവർ അതിന്റെ കാര്യത്തിൽ അക്രമം പ്രവർത്തിച്ചു. വമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫ, ഭയപ്പെടുത്തുവാനായിട്ടല്ലാതെ നാം ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വഹിയിറക്കുകയാണ് സഹോദരങ്ങളെ. അപ്പോൾ അള്ളാഹുവിന്റെ മഹത്വവും ഗാംഭീര്യവും തിരിച്ചറിഞ്ഞ് അള്ളാഹുവെ ഭയക്കുവാൻ കൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നത്. ഇവിടെ അള്ളാഹു പറഞ്ഞ രൂപത്തിലുള്ള നിരവധി ദൃഷ്ടാന്തങ്ങളാണ് സഹോദരങ്ങളെ ഇസ്രായേൽ ജനതക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തിട്ടുള്ളത്. എന്തിനു വേണ്ടിയാണ് അള്ളാഹു ഈ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്? അവർ അള്ളാഹുവെ ഭയക്കുവാൻ വേണ്ടിയാണ്, അവർ അള്ളാഹുവോട് അനുസരണം കാണിക്കുവാൻ വേണ്ടിയാണ്, അവർ തഖ്വ ഉള്ളവരാകുവാൻ വേണ്ടിയാണ്. സൂക്ഷ്മത കാണിച്ച് ജീവിച്ചാൽ സ്വർഗമാണ് സഹോദരങ്ങളെ അതിനുള്ള പ്രതിഫലം. ഇവിടെ നമ്മൾ പരിഗണിക്കേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നത്തെ തലമുറകളെ അപേക്ഷിച്ച് പൂർവകാല സമുദായങ്ങൾ അവർ അവരുടെ ചിന്താശക്തിയിലും ബുദ്ധിശക്തിയിലുമൊക്കെ ഒരു ബാല്യദശയിലായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. ചരിത്രത്തിൽ ഓരോ കാലം കഴിയും തോറും മനുഷ്യബുദ്ധിക്ക് പക്വതയും വളർച്ചയും കൈവന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ്, പൂർവകാല പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലുള്ള ജനങ്ങൾക്ക് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായ അത്ഭുത ദൃഷ്ടാന്തങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കാണിച്ചു കൊടുത്തത്. എന്നാൽ സഹോദരങ്ങളെ, ബനു ഇസ്രായേലരുടെ ചരിത്രം ഒന്ന് എടുത്ത് പരിശോധിച്ചു നോക്കുക. ഏത് ദൃഷ്ടാന്തം അവർ നേരിൽ കണ്ടാലും അത് കണ്ട് അല്പം കഴിയുമ്പോഴേക്കും ചെറിയ കുട്ടികളെ പോലെ അതെല്ലാം മറന്നുകൊണ്ട് വീണ്ടും അവർ അവരുടെ പഴയ ജീവിത രീതിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. നമുക്ക് ബനു ഇസ്രായേലിൽ ആ സംഭവം തുടർന്ന് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു തരുന്നത് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഉപദേശങ്ങൾ മാത്രം നൽകാതെ, ന്യായവാദങ്ങൾ മാത്രം സമർപ്പിക്കാതെ, ഇടക്ക് ഭയപ്പെടുത്തിക്കൊണ്ട് മറ്റും വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് വളരെ മനഃശാസ്ത്രപരമായി പ്രവാചകന്മാരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സന്ദേശം അവർക്ക് എത്തിച്ചു കൊടുത്തത്. എന്തിനു വേണ്ടിയാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം, അതിനു വേണ്ടിയാണ് സഹോദരങ്ങളെ. എന്നാൽ നമ്മൾ ഗൗരവമായി നമ്മൾ ഉറ്റാലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. എന്താണത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ അവസ്ഥയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു നിരവധി ദൃഷ്ടാന്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഹദീസ് ഗ്രന്ഥങ്ങളിലും ചരിത്രങ്ങളിലും ഒക്കെ വായിച്ചതാണ്. എന്നാൽ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ദൃഷ്ടാന്തം, പ്രത്യക്ഷമായ ദൃഷ്ടാന്തം, അത് പരിശുദ്ധ ഖുർആനാണ് സഹോദരങ്ങളെ. പൂർവകാല സമുദായത്തിന്റെ ചരിത്രം പഠിക്കുന്ന നമുക്ക് അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ അവഗണിച്ച, അള്ളാഹു അവർക്ക് നൽകിയ ദൃഷ്ടാന്തങ്ങൾ പരിഗണിക്കാതെ ജീവിച്ച പൂർവകാല സമുദായങ്ങളുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ദൃഷ്ടാന്തം ഈ പരിശുദ്ധ ഖുർആൻ, അതിനോടുള്ള നമ്മുടെ സമീപനം എന്താണ് സഹോദരങ്ങളെ? അത് എപ്രകാരമാണ്? നമ്മൾ ഓരോരുത്തരും സ്വയം തന്നെ വിചാരണ ചെയ്യേണ്ട ഒരു വിഷയമാണ് അത്. കുറവുകളും ന്യൂനതകളും ഈ വിഷയത്തിൽ നമുക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് തിരുത്തുവാനുള്ള ഒരു അവസരമായി ഈ പഠനം നമുക്ക് അവസരമൊരുക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സൂറത്തുൽ ബഖറയുടെ 63-ാമത്തെ ആയത്തിന്റെ പഠനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് ഈ ആയത്ത് തജ്വീദോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് പഠിക്കാനുള്ളത്. അതിനായി ഷെയ്ഖ് യാസർ ബിൻ ഹംസ ഹഫിളഹുല്ലാ അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഖുർആൻ പാരായണത്തിന്റെ ക്ലിപ്പ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.